മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ലേ. അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവനോടീ ചൊല്ലേ. അതെ 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 മടവൂരാണ്, ഞങ്ങളെ പടച്ചോനറിയണേ, ഞങ്ങളെ പടച്ചോനറിയണേ. ഹുബ്ബു സ്വാലിഹീൻ ദഅവാ സംഘമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ളവരെ, ഒരാൾ നമ്മളെ പടച്ചോൻ മടവൂറാണെന്ന് പാടി നടക്കുന്നു. പിന്നെ ഇതിനു മുമ്പ് പലരും ലോകം നിയന്ത്രിക്കുന്നത് മടവൂറാണെന്ന്, CM മടവൂറാണെന്ന് പറയുന്നു. ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതിൻ്റെ ഫലമെന്താണ്, ഇതിൻ്റെ വിധി എന്താണ് എന്ന് നിങ്ങൾക്ക് അവസാനം നമ്മുടെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കാം. അവസാനം വരെ കാണുക, കേൾക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവിടെ മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ CM മടവൂർ അദ്ദേഹം നിയമം ലംഘിച്ച ഒരു കഥ മടവൂർ കാഫിലക്കാരനോട് ഒരു വയസ്സനായ പ്രായമുള്ള ഒരു ഉസ്താദ് പറയുന്നുണ്ട്. അതെന്താണെന്ന് ആദ്യം നിങ്ങൾക്ക് കേൾക്കാം, പിന്നെ സംസാരിക്കാം. പിന്നെ അവിടുന്ന് ഒരു കൊല്ലം 1.5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് കോഴിക്കോട് സ്ഥിരമായത്. മൂപ്പൻ്റെ വീട്ടിൽ അത് സംഭവം ഉണ്ടായിരുന്നല്ലോ. സ്ഥിരമാകുന്നതിന് മുമ്പ് ഒരു സംഭവം ഉണ്ടായതറിയില്ല. അറിയില്ല. ബഹുമാനപ്പെട്ടവരെ പറ്റി മുജാഹിദ് ജമാഅത്തിൻ്റെ ഒക്കെ ആളുകൾ പിന്നെ കള്ളക്കടത്തിൻ്റെ ആളാണെന്ന് പ്രചരിപ്പിച്ചിരിക്കും. അവർ കാറിൽ ഇങ്ങനെ പോകുമ്പോൾ എപ്പോൾ നോക്കിയാലും കാറിൽ ഫോറിൻ സാധനങ്ങളുണ്ടാവും. ആരോ കൊണ്ടു കൊടുത്ത് അവിടെ ഇടണമാണ്. അങ്ങനെ അരീക്കാട് എന്ന സ്ഥലം പറയും, നല്ലോണം അടുത്ത് അരീക്കാട് എന്ന സ്ഥലമാണ്. അതിനിവിടുന്ന് തെക്ക് ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരുമ്പം ഇതറിയപ്പെട്ട സംഭവമാണ്. അരീക്കാട് എത്തി പോലീസുകാർ തടഞ്ഞു. പരിശോധിക്കാൻ വേണ്ടി തടഞ്ഞപ്പം അവർ നിർത്തണ്ടെന്ന് പറഞ്ഞു. ഡ്രൈവറെ കൊണ്ട് പിടിച്ചു. 2-3 കിലോമീറ്റർ അപ്പുറം പോയിട്ട് കല്ലായി എന്ന സ്ഥലത്ത് ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നായിട്ട് വണ്ടി വിലം കിട്ടും. തടഞ്ഞു. അത് നിർത്തി. അതിൽ SI ഇറങ്ങിയിട്ട് അവരെ മുടി ലേശുണ്ടല്ലോ, മുടി പിടിച്ചു. കയ്യിൽ വടി കൊണ്ട് SI അടിച്ചു. അത് അടി സാധാരണ അടിയല്ല. അടിയിൽ SI ആകപ്പാടെ എന്തൊക്കെ ആയി, വലിയ വിഷയമായി. എല്ലാവർക്കും ഫോൺ ചെയ്ത് നമ്മുടെ നേതാക്കന്മാർ വന്നു, എല്ലാവരും വന്നു. ബഹുമാനത്തോടുകൂടി പോലീസ് സ്റ്റേഷൻ അരിക്കാട്ടിലാണ്. അരിക്കാട്ട് കൊണ്ടുവന്നു പോയി കസാരക്കെട്ട് പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി. അപ്പോൾ നമ്മളെ പല അറിയപ്പെട്ട പല ലീഗിൻ്റെ എല്ലാത്തിൽ പല നേതാക്കന്മാരുണ്ട്, പലരുമുണ്ട്. പലരും ഫോൺ ചെയ്തു പോലീസ് സ്റ്റേഷനിലേക്ക്, ഇത് നമ്മളെ ബഹുമാനപ്പെട്ട ആളെ തൊട്ടുപോകാൻ പാടില്ല എന്ന്. എല്ലാവർക്കും പേടിയായി. അപ്പോൾ അവിടെ ആ പോലീസിനെ ഇരിക്കുന്ന സമയത്ത് വാതിലിൻ്റെ നേരെ ഒരു കാഫർ പോലീസ് ഉണ്ട്. അവർ പറഞ്ഞു, കാഫർ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. എന്നാ പറഞ്ഞത്? പോലീസ് സ്റ്റേഷനോട് കാഫർ മാറി നിൽക്കുന്നു. മാറി നിന്നു. നേതാക്കന്മാരൊക്കെ വന്ന് ആനയിച്ച് കൊണ്ടുപോവുകയും ചെയ്തു. പിന്നെ മൂപ്പര് പോയിട്ടില്ല, ബഹുമാനപ്പെട്ടവർ. പിന്നെ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ കോഴിക്കോട് തന്നെ. ആ വീടല്ലേ കോഴിക്കോടുണ്ടായിരുന്നു. കോഴിക്കോട് ശേഖരൻ്റെ വീടിൻ്റെ അടുത്ത് മൂപ്പൻ എന്ന് പറഞ്ഞ ആളാണ്. ഇടിയങ്കര അവിടെയാണ്. പിന്നെ ബഹുമാനമുള്ളവരെ, സർക്കാരിൻ്റെ നിയമം, പോലീസുകാരുടെ നിയമം, അത് നമ്മുടെ നിയമമാണ്. അത് നമുക്ക് യൂസ് ചെയ്യാനുള്ളതാണ്. അന്യായങ്ങളും അക്രമങ്ങളും അതുപോലെ കള്ളക്കടത്തുകളും ഇതുപോലെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിയമ ലംഘിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിനെ ചെക്ക് ചെയ്യലും വണ്ടി നിർത്തലും ചോദ്യം ചെയ്യലും അതെല്ലാം നിയമപാലകരുടെ കർത്തവ്യമാണ്. അവർ വണ്ടി നിർത്തുമ്പോൾ നമ്മൾ വണ്ടി നിർത്തിയില്ലെങ്കിൽ നമ്മളാണ് കള്ളന്മാർ. കള്ളക്കടത്തതിൽ ഉറപ്പായി ഉണ്ടെന്നാണ്.
അർത്ഥം. അപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയാൽ അത് എന്താണുള്ളത് എന്നവർ പരിശോധിച്ച് അതിനെ കണക്കിലെടുത്ത് അതിന് ശരിയായ രീതിയിലുള്ള നടപടിയെടുക്കും. ഇത് വണ്ടി നിർത്താതെ പോയാൽ പിന്നെ അവിടെ അടി കിട്ടി എന്ന് പറയുന്നതിൽ എന്താണ് ഒരു വിശേഷമുള്ളത്? അത് അടി കൊടുക്കാനല്ലേ അവർ പോലീസുകാരുള്ളത്. അതാണ് ഇവിടെ നമ്മുടെ CM മടവൂർ, ലോകം നിയന്ത്രിക്കുന്ന ആൾ, അതുപോലെ പടച്ചോനാണെന്ന് പറഞ്ഞു നടക്കുന്ന ഇദ്ദേഹത്തെപ്പറ്റി പടച്ചോനാണെന്ന് പാടി നടക്കുന്നല്ലോ ജനങ്ങൾ. അത്തരം ഒരു ബഹുമതിയുള്ള ഈ വ്യക്തി നിയമം ലംഘിച്ചു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമല്ലേ ഇത്തരെല്ലാം പടപ്പുകൾക്കൊരു മാർഗദർശനം, മാതൃക ആവേണ്ടത് ഇദ്ദേഹമല്ലേ? ഇദ്ദേഹം തന്നെ നിയമം ലംഘിച്ചാൽ അതിനൊരു അർത്ഥമുണ്ടോ? അതിന് ഔലിയ എന്ന് പറയാൻ പറ്റുമോ? പടച്ചോനാണെന്ന് പറയാൻ പറ്റുമോ? അതാണ് ഇവിടെ സംഭവിച്ചത്. അതോടുകൂടെ ആ പോലീസുകാരുടെ അടി കിട്ടലോടുകൂടെ പിന്നെ അവിടെ നിന്ന് തന്നെ പോലീസുകാരെ കാഫിർ മാറി നിൽക്കുകയെന്ന് അവിടെ പോലും ഇദ്ദേഹത്തിൻ്റെ ഒരു ദുരഹങ്കാരത്തിൻ്റെ പ്രയോഗം പോലും ഇവിടെ കാണുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതും നമുക്ക് ചേർന്നതല്ല. എത്ര വലിയ ആളാണെങ്കിലും പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് എന്ന് പറഞ്ഞാൽ അവരെ നമ്മൾ ബഹുമാനിച്ചാലേ അവർ നമുക്ക് ഉപകരിക്കും. നമുക്കൊരു ദിവസം എന്തെങ്കിലും ബുദ്ധിമുട്ടോ അതല്ലെങ്കിൽ കള്ളന്മാർ നമ്മൾ വീട്ടിലേക്ക് കയറുകയോ ആരെങ്കിലും നമ്മളെ ആക്രമിക്കുകയോ ചെയ്യുമ്പോഴും അപ്പോൾ നമ്മളവിടെ പോയി പരാതി പറയേണ്ടി വരും. നമ്മൾ തന്നെ അവിടെ പോയി അഹങ്കരിച്ചാൽ, അഹങ്കാരത്തിൻ്റെ വാക്കുകൾ നമ്മളിൽ നിന്ന് വന്നാൽ, അവരെ തന്നെ കാഫിറെന്നോ മറ്റോ വല്ലതും പേര് വിളിച്ച് പറഞ്ഞാൽ അവർ നമ്മുടെ പരാതി എടുക്കുകയില്ല. പരാതി എടുത്താലും നമുക്കതിലൊരു ഫലവും കിട്ടുകയില്ല. അതുകൊണ്ടാണ് നമ്മൾ ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിക്കേണ്ട സ്ഥലത്ത് നമ്മൾ ബഹുമാനിച്ചേ പറ്റുമോ. ഞാൻ വലിയ പഴച്ചവനാണെന്നോ, ഞാൻ വലിയ ഔലിയാണെന്നോ, ഞാൻ വലിയ രാഷ്ട്രീയക്കാരനാണെന്നോ, ഞാൻ വലിയ പണക്കാരനാണെന്നോ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഒരു കാര്യവുമില്ല. അവിടുത്തെ നിയമം അവിടുത്തെ നിയമം നമ്മൾ പാലിക്കേണ്ടത് തന്നെയാണ്. അവർ അതിനെ പാലിപ്പിച്ചേ തീരൂ. അതുകൊണ്ടാണ് അവിടെ അടി കിട്ടിയതും അതിൻ്റെ ശേഷം ഈ CM മടവൂറും അവിടെ സ്ഥിരമായി മൂപ്പൻ്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് ബഹുമാനമുള്ളവർ, ഈ പഴച്ചോനാണെന്ന് വിളിച്ചവർക്കും അതുപോലെ ബഹുമാനിച്ചും കൊണ്ട് ലോകത്തിന് തന്നെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞവർക്കെല്ലാം അവസാനം, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവസാനം ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ ഒരു പ്രഭാഷണമുണ്ട്. അത് കേട്ട് പിരിയുക ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ അടുത്ത് ഞാനൊരു പാട്ട് കേട്ടു 2-3 ദിവസം മുമ്പ്. അതിൽ പറയുന്നത് ഹൂ അല്ലാ മടവൂര് എന്ന് പറഞ്ഞിട്ടാണ് പാട്ട്. അതേപോലെ തന്നെ മടവൂരാരാ? പടച്ചോനാ, ഞങ്ങളെ പടച്ചോൻ മടവൂരാ. ഇങ്ങനെ പറയുന്നതാണ് കേട്ടത്. ഒരാൾ അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടി ഖാലിഖാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവാണെന്നോ ദൈവമാണെന്നോ വിശ്വസിക്കുമ്പോൾ തന്നെ അവൻ ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ്. എന്ന് മാത്രം അല്ല, ഇസ്ലാമിന്റെ പടിക്ക് പുറത്താണ് എന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ ഭാര്യ അവന് ഹലാലല്ല, അവന്റെ മക്കളുടെ വിവാഹം അവന് പറ്റൂല, അവന് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. ഇസ്ലാം എന്ന് പുറത്തു പോയാൽ പിന്നെ അവന് ഇസ്ലാമിന്റെ ഒരു സംഗതിയുമില്ല. ഇസ്ലാമിന്റെ മൈതാനിയിൽ അവനെ മറവ് ചെയ്യാൻ പറ്റൂല, ഇസ്ലാമിന്റെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാൻ പറ്റൂല. അതുപോലെ അവന് മയ്യിത്ത് നിസ്കരിക്കാൻ പറ്റില്ല. ഇസ്ലാമിന്റെ ഒരു സംഗതിയും പറ്റൂല ഇസ്ലാം എന്ന് പുറത്തു പോയ ഒരാളായി പോയാൽ. അതുകൊണ്ട് ഒരാളെ വിശ്വാസത്തിലും തകരാറ് സംഭവിക്കാൻ പാടില്ല. എന്തും പറയാം, എന്തും ചെയ്യാം എന്ന് വിചാരിക്കാൻ പാടില്ല. അല്ലാഹു തആല പറഞ്ഞു, വഖാലൽ മസീഹു, ഈസാ നബി അലൈഹി സ്വലാം എന്താ പറഞ്ഞത്? യാ ബനി ഇസ്രായീൽ, ഓ ഇസ്രായേൽ സന്തതികളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ആരാധിക്കണം. റബ്ബീ വ റബ്ബക്കും, നിങ്ങളെ സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, എന്നെയും സൃഷ്ടിച്ചു പോറ്റി വളർത്തുന്ന പടച്ചവൻ, അവനാണ് അല്ലാഹ്, അവനെ നിങ്ങൾ ആരാധിക്കണം. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ്, വല്ലവരും അല്ലാഹുവിൽ പങ്കു ചേർത്താൽ, അല്ലാഹുവിന് ഏതെങ്കിലും ഒരു പോയിന്റിൽ ഒരു പങ്കുകാരനുണ്ടെന്നോ കൂറുകാരനുണ്ടെന്നോ വിശ്വസിച്ചാൽ, ഏതെങ്കിലും ഒരു പോയിന്റിൽ പടച്ചവന് തുല്യനുണ്ടെന്ന് വിശ്വസിച്ചാൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന,
അവന് സ്വർഗം അള്ളാഹു ഹറാമാക്കിയിരിക്കുന്നു നിശ്ചയം. അള്ളാഹുവിന്റെ വാക്ക് വളരെ ശ്രദ്ധേയമാണ്. ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം അള്ളാഹു നിശ്ചയമായും ഹറാമാക്കിയിരിക്കുന്നു. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാണ്. വമാലിൽ ളാലിമീന മിൻ അൻസാർ, ഈ ശിർക്ക് കൊണ്ട് ദുൽമ ചെയ്യുന്ന അള്ളാഹുവിന് തുല്യരായി ഏതെങ്കിലും ഒരു വ്യക്തി, അത് ഈസാ നബി അലൈഹി ഇസ്ലാം ആണെങ്കിലും, ഈസാ നബി ചില്ലറക്കാരനല്ല, മറിച്ച് മരിച്ച മയ്യത്തിന് ഹയാത്താക്കുന്ന മുഅ്ജിസത്ത് കാണിച്ച പ്രവാചകരാണ്, റസൂലാണ് ഈസാ നബി അലൈഹിസ്സലാം. വെള്ളപ്പാണ്ട് രോഗം സുഖപ്പെടുത്തി കാണിച്ചു കൊടുത്ത മുഅ്ജിസത്ത് കാണിച്ച ആളാണ് ഈസാ നബി അലൈഹിസ്സലാം. അന്നി അഖ്ലുഖു ലക്കും മിനത് തീനി കഹയ്യത്തി ത്വയ്രി ഫഅൻഫുഖു ഫീഹി ഫയകൂനു ത്വയ്റൻ ബിഇദ്നില്ലാഹ്, കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപമുണ്ടാക്കി ഊതി പക്ഷിയായി പറപ്പിച്ച് കാണിച്ചു കൊടുത്ത നബിയാണ് ഈസാ നബി അലൈഹിസ്സലാം. ആ ഈസാ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ അള്ളാഹുവിന് ഉള്ള എന്തെങ്കിലും ഒരു വിശേഷണം ഈസാ നബി അലൈഹിസ്സലാമിന് ആരെങ്കിലും ചാർത്തിയാൽ, ആരെങ്കിലും വിശേഷിപ്പിച്ചാൽ, സുബ്ഹാനല്ലാഹ്, അല്ലാഹ് പറയാണ് വമാലിൽ ളാലിമീന മിൻ അൻസാർ, ഏത് ശിർക്ക് ചെയ്യുന്നവരാണെങ്കിലും, ശിർക്ക് വിശ്വസിക്കുന്നവരാണ്, ശിർക്ക് യഥാർത്ഥത്തിൽ വിശ്വാസമാണല്ലോ, ശിർക്ക് ബഹുദൈവ വിശ്വാസമാണ്, ശിർക്ക് ഏകദൈവ വിശ്വാസമാണ് തൗഹീദ്. അങ്ങനെ ഒരുത്തന്റെ വിശ്വാസത്തിൽ ശിർക്ക് വന്നാൽ മാലിൽ ളാലിമീന മിൻ അൻസാർ, ഒരു സഹായിയും അവനില്ല, ഒരു നബിയും സഹായിക്കൂല, ഒരു വലിയും സഹായിക്കൂല, ഒരു മലക്കും സഹായിക്കൂല. അള്ളാഹുവിന്റെ സഹായമില്ലാതെ ഒരാളെ സഹായവും കിട്ടൂലല്ലോ, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവില്ല. അതുകൊണ്ട് ആരും അതിര് കവിയാൻ പാടില്ല. സംസാരിക്കുമ്പോഴും അതുപോലെ പ്രവർത്തിക്കുമ്പോഴും അതുപോലെ ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരും അതിര് കവിയാൻ പാടില്ല. ഏത് അത്ഭുതം കണ്ടാലും അതേ പടച്ചവനാണ് എന്ന് പറയാനോ പടച്ചവനാണെന്ന് തോന്നുന്നു എന്ന് പറയാനോ പാടില്ല. വളരെ ശ്രദ്ധിക്കണം, ഈമാൻ ശ്രദ്ധിക്കണം, ഈമാനിന് കേടുവരാൻ പാടില്ല. ഒരു റസൂലാകാത്ത വ്യക്തി റസൂലാണെന്ന് പറയാൻ പറ്റില്ല, നബിയാണെന്ന് പറയാൻ പറ്റില്ല, പിന്നെയല്ലേ പടച്ചവനാണ് എന്ന് പറയൽ. സുഹൃത്തുക്കളെ, ഒരു വലിയനെ സംബന്ധിച്ച് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു റസൂലാണെന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിം ആകുമോ? അതിനേക്കാൾ വലിയൊരു ഖുതുബുണ്ടോ? അതിനേക്കാൾ വലിയൊരു വലിയുണ്ടോ? അതിനേക്കാൾ വലിയൊരു മഹാൻ അമ്പിയാക്കൾ കഴിച്ചാൽ വേറെയുണ്ടോ? പക്ഷേ ഓരോരുത്തർക്കും അർഹമായ സ്ഥാനം മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ.